ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അതൊന്നുമില്ല, അതില്ലായ്മയൊന്നുമില്ല. അത്രയ്ക്കൊന്നുമില്ല, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇല്ല ഞാൻ കള്ളത്തരം പറച്ചിൽ നിർത്തി. പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോ അയാളുടെ സ്വഭാവമോ ആറ്റിറ്റ്യൂഡോ ചിലപ്പോ അയാളുടെ ലുക്കോ എന്തൊക്കെയോ തോന്നി ഒന്ന് പെട്ടുപോയി. ഞങ്ങൾ ഈ സ്ത്രീകൾക്ക് ഈ ഡ്രസ്സ്, സ്വർണം, മേക്കപ്പ് സാധനങ്ങള് ഇതൊക്കെയാണ് ഞങ്ങൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആണുങ്ങൾ എന്താ ആലോചിക്കുന്നത്? വളരെ റെലവന്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു ഈ ഡ്രസ്സും ഓർണമെന്റ്സും മേക്കപ്പ് ഒക്കെ ഇട്ട് സ്ത്രീകളെ കുറിച്ച് വിശന്ന് ചത്ത് കിടക്കാന്ന് ചോദിച്ചോട്ടെ, വിശക്കുന്ന എനിക്ക് എന്തെങ്കിലും തരുന്ന് പറയുമ്പോൾ ചോറും മീൻകറി നോക്കുന്നത് കൊല്ലാൻ തോന്നും. ചേച്ചി കുളിക്കുമ്പോ ജയറാമ്പോ ബാത്റൂമിൽ വരുന്ന സീനാണ്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഇതിങ്ങനെ പുറത്തു വന്ന സമയത്ത് ഋഷേച്ചി ഇങ്ങനെ ഈ ഷൂട്ട് കഴിഞ്ഞിങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ ഋഷേച്ചി ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നോക്കട്ടെ എവിടെ നോക്കട്ടെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഇവിടെ നിന്ന് കാണണ്ട. ഇതിനിപ്പോ ആൾക്കാർക്ക് എന്ത് കുഴപ്പം? ഇഷ്ടം തോന്നിയത് ഈ ടാലന്റ് കൊണ്ടാണോ, അല്ലെങ്കിൽ ടാലന്റ് ഒരു കാരണമായിരിക്കും. കാണാനും സുന്ദരിയാണല്ലോ. ഈ സീരിയലൊക്കെ ശ്രദ്ധിച്ചാൽ സീരിയൽ നടിമാർക്ക് ചെവി ഇങ്ങനെ ആന ചെവി വട്ടം പിടിക്കാൻ അതൊക്കെ മാറി, അതൊക്കെ പണ്ട് ഇപ്പൊ 90 നിക്കണേ ഉള്ളൂ ഇപ്പോഴും. അതൊക്കെ മാറി, ഇപ്പൊ ലൈവായി തുടങ്ങിയ ആൾക്കാര്. അന്ന് ഞാൻ വാശി പിടിപ്പിച്ച ഒരു സീനൊക്കെ ഒറ്റ ടൈക്കിന് എടുക്കുമ്പോ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവും, ലൈഫ് ഉണ്ടാവും, ലൈഫ് ഉണ്ടാവും. അന്ന് അങ്ങനെ എടുക്കാൻ പഠിപ്പിച്ചുകൊണ്ട് ഇപ്പൊ എവിടെ പോയാലും അരമണിക്കൂർ ഇവിടെ വന്നിട്ട് ഞാൻ സംസാരിക്കേണ്ട ആവശ്യം. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ ഹായ് നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈ സ്റ്റോൺ മേക്കേഴ്സ് ആൻഡ് ദിസ് ഈസ് ഹാർവിയോറ പ്രസൻസ്. സുന്ദരി നീയും സുന്ദരൻ ഞാനും, ആൻഡ് വി ഹാവ് ദാറ്റ് സുന്ദരി ആൻഡ് സുന്ദരൻ ആൽവി ആൻഡ് അപ്സര. വെൽക്കം ടു ദി ഷോ ചേട്ടാ. താങ്ക് യു. ആൽവി ചേട്ടൻ, അപ്സര ചേച്ചിയല്ല അപ്സര. എന്നോട് കുറെ പേര് ഞാൻ അപ്സരനെ പറ്റി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് 25-26 വയസ്സിലാണ് ആ ഒരു ക്യാരക്ടർ സ്വാതന്ത്ര്യത്തില് ചെയ്തത് എന്നുള്ളത്. ജയന്തി അല്ലേ? അതെനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. എല്ലാരും ഇപ്പൊ പപ്പൂസ് പറഞ്ഞില്ലേ, മിനിസ്ക്രീനിൽ ഒരു ഉർവശി എന്നുള്ളൊരു ഖ്യാതി പുള്ളിക്കാരത്തേക്ക് കൊണ്ട് പൊതുവെ. അപ്സരക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് ആരാന്ന് ചോദിച്ചു നോക്ക്. ഉർവശിയാണോ? അയ്യോ, എന്റെ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉർവശി മാമിനെ. കാരണം കുറെ ആൾക്കാർ നമ്മളിങ്ങനെ, ഞാൻ എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയണത് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പൊ എല്ലാരും പറയും ചിലതൊക്കെ കാണുമ്പോൾ ഉർവശി ഇമിറ്റേറ്റ് ചെയ്യണതായിട്ട് തോന്നുന്നു. അപ്പൊ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം, പക്ഷെ എനിക്കത് ഞാൻ എൻജോയ് ചെയ്യാം. ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാണ്, ഞാൻ അവരെ അത്രയും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവരുടെ ചില മാം ചെയ്യുന്ന ഓരോ ആക്ഷൻ അതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമാണ്. അവരെ പോലെ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്തോ വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റില് ഒരു ബഡായ് ബംഗ്ലാവാ, ബഡായ് ബംഗ്ലാവിലേക്ക് ഒരു സമയത്ത് വിളിച്ചിരുന്നു. ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു ബഡായില്. ഞാനും കലാഭവൻ നവാസിക്ക് ഇങ്ങോട്ട്. ആ സമയത്ത് വേറൊരു ചാനലിൽ നിന്ന് ഫ്ലവേഴ്സ് ഏതിന്നോ ഉർവശി ചേച്ചിയുള്ള ഒരു ഷോയിലേക്ക് അങ്ങോട്ട് ഓടിപ്പോയി. ഒറ്റ കാരണമേ ഉള്ളൂ, ഉർവശി ചേച്ചി. അതുകൊണ്ട് ഇവിടുന്ന് കട്ട് ചെയ്യുകയും ചെയ്തു, അവിടെ നിർത്തുകയും ചെയ്തു. പക്ഷെ അതല്ല നമുക്ക് ചില നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഉർവശി മാമിനെ ഒന്ന് നേരിട്ട് കാണാം, ഒരു ഫോട്ടോ എടുക്കുവോ, അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ ഇങ്ങനെ ഒരു സ്ക്രീനിൽ ഒരുമിച്ച് വരണമെന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. പെട്ടെന്ന് കോൾ വന്നപ്പോ ഞാൻ ഈച്ചറാ, നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ലല്ലോ, പോയി. അത് നിർത്തോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്റെ ആഗ്രഹം നടന്നില്ലേ. അവരായിട്ട് സ്ക്രീൻ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. തെറിച്ച് നിൽക്കുന്ന ആളല്ലേ രണ്ടുപേരും ഭയങ്കര രണ്ടുപേരും എനിക്ക് നേരിട്ടറിയാം. ഏതാണ്ട് ഒരേ ഇതില് നമുക്ക് കൂട്ടിയിടാൻ വരുന്ന ആൾക്കാർ. മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കും എന്നൊന്നുമില്ല, അവരെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് ചില സമയത്ത് ഞാൻ ഒരു വട്ടം എന്റെ ഒരു ഇത് പറയാണ്, ഒരു വട്ടം ഈ മാളൂട്ടി എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ കൈരളിയിൽ പ്രോഗ്രാം ചെയ്യാം. ആ സമയത്ത് തന്നെ ഉർവശി ചേച്ചി അവിടെ വേറെ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു, ഫാമിലി ഇഷ്യൂസ് ഒരു ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ വേറെ 2 പ്രോഗ്രാം ആ സമയത്ത് കൈരളി ചെയ്യും. അപ്പൊ ആ സമയത്ത് മാളൂട്ടിയിലത്തെ ഒരു ഡിലിറ്റഡ് സീൻ എന്ന് പറഞ്ഞൊരു ഡിലിറ്റഡ് സീൻ സോഷ്യൽ മീഡിയയിൽ വൈറലായി. അത് മാളൂട്ടി സിനിമയിൽ ഉർവശി ചേച്ചി, എനിക്ക് പറയാൻ പേടിയില്ല, കാരണം ഉർവശി ചേച്ചി ഇനി കാണുമ്പോൾ കഴുത്തിന് പിടിക്കില്ലാന്ന് അറിയാം, അതുകൊണ്ട് പറയാണ്. ഉർവശി ചേച്ചി കുളിക്കുമ്പോ ജയറാമ്പോ ബാത്റൂമിൽ വരുന്ന സീനാണ്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഇതിങ്ങനെ പുറത്തു വന്ന സമയത്ത് ഉർവശി ചേച്ചി ഇങ്ങനെ ഈ ഷൂട്ട് കഴിഞ്ഞിങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ ഉർവശി ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നോക്കട്ടെ എവിടെ നോക്കട്ടെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട്
നമ്മളിത് ഇവിടെ നിന്ന് കാണണ ഇതിനിപ്പോ ആൾക്കാർക്ക് എന്ത് കുഴപ്പം, ഞാൻ ചേരാൻ പറ്റിന്ന് കുളിച്ചിട്ട് ആൾക്കാർക്ക് എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് അവരതിനെ വളരെ സിമ്പിൾ ആയിട്ട് എടുക്കും ജീവിതത്തിൽ. അവരെന്താണ് പറയാ, എല്ലാ കാര്യങ്ങളെയും കാണേണ്ട ഒരു രീതി ഉണ്ടല്ലോ, അതുകൂടെ എടുക്കുന്ന ഒരാളാണ്. ഞാനും അങ്ങനെ തന്നെയാണ്, കാണേണ്ട രീതിയിലേ കാണുന്നുള്ളൂ, അത്ര മതി. അതോർത്ത് ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ടെൻഷൻ അടിക്കും എന്നുള്ള കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ഈ പുള്ളിക്കാരത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്സരേനെ. ഞാൻ അധികം സീരിയൽസ് കാണുന്ന ഫോളോ ചെയ്യുന്ന ആളല്ല, പക്ഷെ ആ കൈരളി ടി വിയിൽ ആ പ്രോഗ്രാമാണ് ഞാൻ ആദ്യമായിട്ട് അപ്സരയെ ശ്രദ്ധിക്കുന്നത്. അതായത് പിന്നീട് ഞാൻ അറിയുന്നത് ഭയങ്കര ചെറിയ പ്രായത്തിലുള്ള കുട്ടിയാണത്, അത്രയും ഭയങ്കര മെച്ചൂർഡ് ആയിട്ട് അഭിനയിക്കുന്നതൊക്കെ. സാറിന് ആദ്യം ചേട്ടന് ഇഷ്ടം തോന്നാനുള്ള ആദ്യത്തെ കാരണം ഇദ്ദേഹത്തിന്റെ ടാലന്റ് ആണ്. ടാലന്റ് കണ്ടിട്ടാണ് ആദ്യം ഇഷ്ടം തോന്നി തുടങ്ങിയത്. അപ്സരേനെ ആ സീരിയല് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സീരിയലായിരുന്നു. അതിന്റെ ഡയറക്ടർ ഞാനായിരുന്നു, റൈറ്റർ ഞാനായിരുന്നു. അതിനു മുമ്പും വേറെ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഇല്ല, ഒരുമിച്ച് അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. വേറെ ഷോകളൊക്കെ അതിന്റെ പിന്നിൽ എഴുതുമ്പോ ഒക്കെ നമ്മളുണ്ടായിരുന്നു സമയത്ത്. ഇപ്പൊ അടുത്ത് പരിചയപ്പെടുന്നത് ഈ ഉള്ളത് പറഞ്ഞാൽ എന്ന് പറയുന്ന ഇതിലാണ്. ഇഷ്ടം തോന്നിയത് ഈ ടാലന്റ് കൊണ്ടാണോ, അല്ലെങ്കിൽ ടാലന്റ് ഒരു കാരണമായിരിക്കും? പിന്നെ കാണാനും സുന്ദരിയാണല്ലോ, അതിന് പറയണ്ടല്ലോ. അതൊക്കെ ഇപ്പൊ പറയാൻ വേണ്ടി തുടങ്ങി. പണ്ട് ചെയ്യണ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇദ്ദേഹത്തിനെ പോലെ ഒരു മോളെ കിട്ടുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. ലൊക്കേഷനിലിരുന്നിട്ട് ഒരു ദിവസം പറഞ്ഞതാ, നമ്മളിങ്ങനെ ഫുഡ് ആക്ച്വലി ഞാനും ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ തമ്മിൽ ഫസ്റ്റ് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോ അടിയായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ആൽബിച്ചേട്ടനെ, ഭയങ്കര ഒരു എന്താ പറയാ ഈ ചൊറി എന്നൊക്കെ പറയുന്നത്. ചൊറിയനായിരുന്നോ? ചൊറിയനൊന്നും അല്ല ഇവര്. ഈ ഡയലോഗ് നമ്മളൊക്കെ ഈ ഡയലോഗ് പെട്ടെന്ന് പഠിച്ച് ഇങ്ങനെ പറയുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ എന്താണ് പറയാ, ഇത് ലൈവാണ് ഈ സീരിയല്. സിംഗ് സൗണ്ടാ. ആക്ച്വലി എനിക്കത് അറിയാണ്ട് ഞാൻ പോയി ചെയ്ത ക്യാരക്ടറാ. അപ്പൊ അതുവരെ ചെയ്തിട്ടുള്ള സീരിയൽസ് ഒക്കെ മറ്റേ പുറകിന്ന് ആരെങ്കിലും വിളിച്ചു പറയുമ്പോ പ്രോമിറ്റിംഗ് ഉള്ളതാ. ഈ സീരിയലൊക്കെ ശ്രദ്ധിച്ചാൽ സീരിയൽ നടിമാർക്ക് ചെവി ഇങ്ങനെ ചെവി വട്ടം പിടിക്കാൻ അതൊക്കെ മാറി, അതൊക്കെ പണ്ട് പോയ. ഇപ്പൊ 90 നിക്കണേ ഉള്ളൂ ഇപ്പോഴും. അതൊക്കെ മാറി, ഇപ്പൊ ലൈവായി തുടങ്ങിയ ആൾക്കാര്. ഞാന് നമ്മുടെ കൈരളി ടി വിയിൽ എന്റെ പ്രോഗ്രാമായിട്ട് ഉണ്ണിച്ചാറിന്റെ വേറൊരു പ്രോജക്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ആ സമയത്ത് അത് കഴിയാറായപ്പോ സാർ എന്നോട്, അപ്സര ഞങ്ങളിപ്പോ കൈരളി ടി വിയിൽ ഒരു സീരിയൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ, ഹീറോയിനായിട്ടാണ് ചെയ്യുന്നുണ്ടോ ചോദിച്ചു. ഞാൻ ഓക്കെ സാർ, എന്റെ ക്യാരക്ടറിന് ഏജ് എത്രയാണ്, എന്താ ക്യാരക്ടർ, എങ്ങനെ വരും, ഒന്നും ചോദിച്ചിട്ടില്ല. സാർ നല്ല പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറാണ് വെച്ചിട്ട് ഓക്കെ ചെയ്യാന്ന് വെച്ചിട്ട് പോവാണ്. ചെല്ലുമ്പോ ഇവര് സ്ക്രിപ്റ്റ് കൊണ്ട് തരിക. സാധാരണ നമുക്ക് അതുവരെയുള്ള എന്റെ എക്സ്പീരിയൻസ് നമുക്ക് സ്ക്രിപ്റ്റ് ഒന്നും നേരത്തെ തരത്തില്ല. ആ സമയത്ത് നമ്മൾ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഷോട്ടിന് മുന്നേ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു തരും, പിന്നെ പ്രോമിറ്റ് ചെയ്യും, അങ്ങനെ ഇവര് സ്ക്രിപ്റ്റ് നേരത്തെ തന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു, ഓക്കെ പ്രോമിറ്റ് ചെയ്ത് തരുമല്ലോ. ഒറ്റ പ്രാവശ്യം എന്റെ ഡയലോഗ്സ് മാത്രം വായിച്ചിട്ട് എന്നിട്ട് എന്തോ ഒരു സാധനം എന്റെ കൈ കൊണ്ട് തന്നു, ഇത് വെച്ചോളൂ പറഞ്ഞു. എനിക്ക് മൈക്ക് മറ്റേ ലേപ്പൽ മൈക്ക് കൊണ്ട് തന്നു, ഇത് വെക്കാൻ പറഞ്ഞു. സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. വെച്ചു. എന്നിട്ട് ആളങ്ങ് ആക്ഷൻ പറയാ. ഓപ്പോസിറ്റ് കിഷോറേട്ടനാ പുള്ളി. കുറെ ഇങ്ങനെ പ്രോഗ്രാമിൽ ആങ്കറിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളിയും ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയാണ് ഡയലോഗ്. ഞാൻ മിണ്ടാണ്ടിരിക്കുക ഇങ്ങനെ, എനിക്കറിയില്ല അത്, ഞാൻ ഡയലോഗ് പഠിച്ചിട്ടില്ല, ഒറ്റ പ്രാവശ്യം വായിച്ചിട്ടുള്ളൂ. ആള് ഡയലോഗ് ഇതാക്കിയില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പം മുതൽ നമ്മൾ തമ്മിലൊരു ക്ലാഷ് ഉണ്ട്. പിന്നെ ഇപ്പൊ പുള്ളി വന്നിട്ട് ജസ്റ്റ് സ്ക്രിപ്റ്റ് തരും, ഇങ്ങനെ നോക്കും. മറ്റേ കിഷോറേട്ടൻ വന്നിട്ട് ഒറ്റ പ്രാവശ്യം വായിക്കാം, ഓക്കെ പോ ആൽബി പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോകും. എനിക്ക് ഇവര് സ്ക്രിപ്റ്റ് പഠിക്കാൻ പോലും തരുന്നില്ല. അപ്പൊ ഞാൻ കംപ്ലൈന്റ് ചെയ്തു, എന്ത് ഡയറക്ടറാണ് ഇവര് ചൊറി, എനിക്ക് പറ്റുന്നില്ല സാർ, ഞാൻ പോവാണ്. ഉണ്ണിസാറിന്റെ സാർ എനിക്ക് പറ്റില്ല. അല്ല ആളെടുത്താ പറഞ്ഞ, നിങ്ങളടുത്ത് പറഞ്ഞു എനിക്ക് പറ്റില്ല. ആള് സ്ക്രിപ്റ്റ് പഠിക്കാൻ പോലും തരുന്നില്ല. ഞാൻ എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസാ, ഞാൻ ഇത് ചെയ്തിട്ടില്ല, എനിക്ക് പറ്റില്ല പറഞ്ഞു. അപ്പൊ സാർ ആൽബിച്ചാറിന്റെ അടുത്ത് പറഞ്ഞോ? ഇല്ല. പറഞ്ഞു കുഴപ്പമില്ല അപ്സര, അത് ആൽബിയോട് ഞാൻ സംസാരിക്കാം, അത് ഇനി വിട്ടിട്ടൊന്നും പോണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓക്കെ ആയി. പിന്നെ വീണ്ടും ലൊക്കേഷൻ നമ്മൾ എന്തൊക്കെയോ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളെന്താ വെച്ചാൽ അപ്സരനെ ഈ സീരിയലിലേക്ക് വിളിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അപ്സര വേറെ സ്കിറ്റുകളിലൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നതാണ്. അപ്പൊ ആ സ്കിറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ലൈവ് ത്രൂ ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ആ ആർട്ടിസ്റ്റുകൾക്ക് ആ ഒരു എന്നുള്ളതാണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ കളം മാറി. പക്ഷെ അന്ന് ഞാൻ വാശി പിടിപ്പിച്ച ഒരു സീനൊക്കെ ഒറ്റ ടേക്കിന് എടുക്കുമ്പോ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവും, ലൈഫ് ഉണ്ടാവും.
അന്ന് അങ്ങനെ എടുക്കാൻ പഠിപ്പിച്ചുകൊണ്ട് ഇപ്പൊ എവിടെ പോയാലും അരമണിക്കൂർ കൊണ്ടുപോയിട്ടാലും അതെ. ഇവിടെ വന്നിട്ട് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. അല്ല എന്താണെന്നറിയോ, അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്റെ അടുത്ത് കുറെ അത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തെ കാര്യം പറ. ഇപ്പൊ നോർമൽ സീരിയലിൽ പ്രോംപ്റ്റ് ചെയ്യുന്ന സീരിയലിൽ പോയാൽ പോലും പ്രോംപ്റ്റ് ചെയ്തരണ്ട എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തി. എന്താ കാരണം? അപ്പൊ നമ്മള് മനസ്സിലാക്കണ്ടേ, നമ്മള് ചില കാര്യങ്ങൾ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന മാഷിന്റെ അടുത്ത് നമുക്ക് തോന്നുന്ന ദേഷ്യമുണ്ട്. എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇമാതിരി ഒരു ഇതുണ്ടാവും. പക്ഷെ അത് പഠിച്ചു കഴിയുമ്പോ നമുക്ക് എല്ലാ കാലത്തും ആശാന്റെ ഗുണം അന്ന് തന്നെ പുറത്താക്കാൻ പറഞ്ഞ ആളാണ്. പിന്നെ അതിനുശേഷം സ്വാഭാവികമായിട്ട് ഉണ്ടാവല്ലോ നമുക്ക് ചെറിയ കാര്യങ്ങൾ. ഈ പിന്നെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ളത് അപ്സരക്ക് ചിരി ഒരു തമാശ ഇട്ട് കഴിഞ്ഞാൽ അരമണിക്കൂർ ചിരിക്കും. അപ്പൊ നമ്മൾ ഓരോ പക്ഷികളാ. ഇത് ഒരു തമാശ ഉണ്ടായി ചിരിച്ച് ഇങ്ങനെ മേലൊക്കെ അടിക്കും, അടിച്ചിട്ട് ചിരിക്കും, അടിക്കും, പിന്നെ ഇങ്ങനെയൊക്കെ ആക്കുമായിരുന്നു. അപ്പൊ എനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് എന്താ വെച്ചാൽ ഒരു ദിവസം 1.5 എപ്പിസോഡ് 2 എപ്പിസോഡ് എടുക്കണം. 40 പേരിങ്ങനെ നിക്കല്ലേ. അപ്പൊ ഇതിന്റെ ഫുള്ള് അതിന്റെ ബഡ്ജറ്റിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മുടെ തലയിലാണ്. അപ്പം അതിന്റെ അപ്പൊ അവിടെ 40 പേര് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ മൊത്തം ബഡ്ജറ്റിന്റെ ഉത്തരവാദിത്വം നമ്മുടെ തലയല്ലേ. അപ്പൊ ഒരു തമാശ കേട്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ അവരുടെ പുറത്തായിരിക്കും കൈ. ചിരിച്ചിരിച്ച് 5 മിനിറ്റ് അവസാനം ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ എറിഞ്ഞിട്ട് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ കൺട്രോൾഡ് ആയി തുടങ്ങി. ഞാൻ എന്താ അറിയോ, ഒരു കാര്യം പറയുമ്പോ അതിന്റെ വിഷ്വല് കാണും, വിഷ്വലൈസ് ചെയ്യും, എന്നിട്ട് ചിരിക്കും. അതെന്താ വെച്ചാല് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് 1 വർഷം 2 വർഷമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ ഒരു ഫാമിലി ഇതാവും, അത്രയും തിക് ഫ്രണ്ട്സ് ആവും എല്ലാ ആൾക്കാരും. അപ്പൊ നമ്മൾ അവിടെ പറയുന്ന ചില തമാശക്കൊക്കെ ചെറിയൊരു ഡബിൾ മീനിങ് എന്തെങ്കിലുമൊക്കെ തമാശ സൈഡിൽ കൂടെ പറയും. അത് നമ്മൾ കേട്ട് ഒറ്റ ചിരിയുമ്പോൾ നിർത്താവുന്നേ. നമ്മൾ അത്രേ ചിരിക്കുള്ളൂ ഒരു പൊതുസ്ഥലത്തില്. എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്കറിയാം ഈ ടീച്ചർമാരൊക്കെ തല്ലാൻ വരത്തില്ലേ, എല്ലാ പിള്ളേരും നിന്ന് പേടിക്കല്ലേ, എനിക്ക് ചിരിയാ വരിക. ആ ചിരിക്കുന്നോണ്ട് എക്സ്ട്രാ നമുക്ക് തല്ല് കിട്ടും. ഞാൻ വിഷ്വലൈസ് ചെയ്യുക ചെയ്യുന്നത്. എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചേട്ടാ പണ്ട് ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു, ഇദ്ദേഹം ഉണ്ടെങ്കിൽ സെറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും ഉറങ്ങത്തില്ല, അത്രയും ആക്റ്റീവ് ആയിരിക്കും. അതെന്താ വെച്ചാല് അപ്സരക്ക് ഈ പ്രായത്തിനൊത്ത പക്വത വന്നിട്ടില്ല. പക്ഷേ സ്വഭാവത്തിലില്ല. ഈ സംഭവം നടക്കുന്നത് ഒരു 6-7 വർഷം മുമ്പാണ്. അപ്പൊ അപ്സര ഒരു 10-20 വയസ്സ് എത്രയൊക്കെ ഉള്ളൂ. അപ്പൊ 20 വയസ്സുള്ള അപ്സരക്ക് 10 വയസ്സുള്ള കുട്ടിയുടെ മെച്ചൂരിറ്റി അന്നുണ്ടായിരുന്നു. ഇപ്പൊ കൂടി. അപ്പൊ അന്നെന്ന് വെച്ചാല് ആൾക്കാരൊക്കെ കിടന്ന ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ടാവും. ഊണ് വെച്ചിട്ട് എല്ലാവരും ഒരു 10 മിനിറ്റ് നേരം കിടക്കാന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കും. അപ്സര എന്ത് ചെയ്യും, നേരെ കൺമഷി, ക്യൂടെക്സ്, ലിപ്സ്റ്റിക് ഇതൊക്കെ എടുത്തിട്ട് അവരുടെ മുഖത്തൊക്കെ ഓരോ പടം വരച്ച് വയ്ക്കും. ഉറക്കത്തിൽ നിന്നിട്ട് വരുന്ന ഓരോ ആൾക്കാരും അച്ഛന്റെ പ്രായമുള്ള ആൾക്കാരാണ്, അവര് മീശ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കും. ഇപ്പൊ കല്യാണത്തിന് ശേഷം ഇപ്പൊ 2 വർഷമായില്ല കല്യാണം കഴിഞ്ഞിട്ട്, എന്തെങ്കിലുമൊക്കെ ചേട്ടാ മാറ്റം മെച്യൂരിറ്റിയിൽ വന്നിട്ടുണ്ടോ? അല്ല, അങ്ങനെ മാറ്റം വരാതിരിക്കുന്ന നല്ലത്. പക്ഷെ മെച്യൂരിറ്റി ഒക്കെ ഉണ്ട്. അയ്യോ, എന്നൊക്കെ കൂടുതൽ മെച്യൂരിറ്റി ഉള്ള ആളാണത്. കല്യാണം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് എനിക്ക് അത്ര മെച്യൂരിറ്റി ഇല്ലാന്ന്. നമ്മള് ലൊക്കേഷനിൽ വേറെയും വീട്ടിൽ നമ്മള് വേറെ ആളല്ലോ. ലൊക്കേഷനിൽ നമ്മള് 100 കൂട്ടം കാര്യങ്ങൾ ആലോചിച്ചിട്ട് സ്ക്രിപ്റ്റ് ഇത് ഇപ്പൊ അപ്സര പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് നേരത്തെ കൊടുത്തില്ല എന്ന് പറയുന്നത്, നമ്മൾ എടുക്കാൻ പോകുന്ന സീൻ ഇവരുടെ അടുത്ത് അവിടെ ലൈറ്റപ്പ് ചെയ്തോന്ന് പറഞ്ഞിട്ടാണ് പോയി അടുത്ത സീൻ എഴുതുന്നത്. അപ്പൊ നമ്മൾ ഈ ചൂടോടെ അപ്പം ചുട്ടെടുക്കില്ലേ, അതുപോലെ പുള്ളിന്റെ കൂടെ വർക്ക് ചെയ്താല് നേരത്തെ സ്ക്രിപ്റ്റ് എഴുതി. ഇപ്പൊ നമ്മൾ തമ്മിൽ അന്ന് നമുക്ക് അങ്ങനെ ഫ്രീഡം ഇല്ലല്ലോ, ഡയറക്ടറാണ് ആക്ട്രസ് ആണ് അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഹസ്ബൻഡ് വൈഫ് ആകുമ്പോ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രൊജക്ട് ചെയ്യണ്ട, ഒരു വെബ് സീരീസ് ചെയ്യണ്ട്. അപ്പൊ പുള്ളി ഞാൻ നമ്മുടെ ഡേറ്റ് പറയുമ്പോഴേ പറയും, മര്യാദക്ക് സ്ക്രിപ്റ്റ് ഒക്കെ നേരത്തെ എഴുതിയിട്ട് വരണം. ഇതെന്താ വെച്ചാല് ലൊക്കേഷനിൽ വന്നിരുന്നിട്ട് എഴുതും. നമ്മൾ അവിടെ നിന്ന് പണ്ടാറ് ഈ സമയം കളയല്ലേ. പിന്നെ അത് മാത്രമല്ല സമയമൊന്നും പോവില്ല. ഇതിപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ക്രൂ ആൾക്കാർ പറയുന്ന ചോദ്യം, ഷൂട്ട് ഞാൻ അങ്ങനെ പറയും, ഷൂട്ട് 6-7 ആണ് വെച്ചിട്ടുള്ളത്. അപ്പം അവര് വിളിക്കുമല്ലോ അടുത്ത ഡേറ്റ് എന്നാ, ഞാൻ പറയും 6-7-8 ഷൂട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതെ വേറെ കാര്യം ചോദിക്കണേ, സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയ ചോദിക്കുന്ന ആൾക്കാര് എല്ലാവരും ചോദിക്കും. ക്യാമറമാൻ ചോദിക്കും, സൗണ്ട് എഞ്ചിനീയർ ചോദിക്കും, എല്ലാവരും ചോദിക്കും. പക്ഷെ നമുക്ക് എന്താന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു
നമ്മുടെ ഒരു കഥയുണ്ട്, നമ്മൾ അതിനെ സീനുകളാക്കി ഡിവൈഡ് ചെയ്ത് അത് എന്തൊക്കെ പറയണം എന്നുള്ളതൊക്കെ തീരുമാനിച്ച് നമ്മുടെ ബ്രെയിനകത്തുണ്ട്. ആ ഒരു സമ്മർദ്ദത്തിൽ അവിടെ ചെന്നിരുന്ന് എഴുതുമ്പോഴാണ് നമുക്കത് എഴുതാൻ വേണ്ടി പാനും പേപ്പറായിട്ട് നമ്മളിപ്പോ ഇത്രയോ കഥകൾ എഴുതി വെച്ചിരിക്കുന്നു, അതൊക്കെ നമ്മുടെ ബ്രെയിനകത്തുണ്ട്. ഇനി അതിനെ പ്രസവിച്ച് ഇടണം പേപ്പറിലേക്ക്. പക്ഷെ അത് പ്രസവിച്ചില്ലെങ്കിൽ ബ്രെയിനകത്ത് തന്നെ ആയിപ്പോവും. ഇടണോ? ഞാനതാ പറയാം, നിങ്ങൾ ഇടണം ചേട്ടാ. ഇടുന്നില്ല പുള്ളി, എന്റെ പ്രശ്നം അതാ. പിന്നെ ഒരു സീനെങ്കിലും അവിടെ വന്നിരുന്ന് എഴുതിയാലേ അതിനൊരു രാശിയുള്ളൂ എന്ന് വിശ്വസിക്കും. അയ്യോ, ഞാൻ അടുത്തൊരു എത്തിച്ചാണ്, ഇത്ര ഒരു വിശ്വാസമില്ലാത്ത ആളാ. അപ്പൊ ഈ ലൊക്കേഷനിൽ ഈ സ്ക്രിപ്റ്റ് ചില സമയത്ത്, പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മള് സീരിയലാണ് ചെയ്യുന്നത്, സിനിമയൊന്നുമില്ല, ഭയങ്കര പ്രീ പ്ലാനിങ് ഒന്നുമല്ല, അല്ലെങ്കിൽ തുടരൻ സീരിയലുകളല്ല, സിറ്റ്കോം ആണ്. ഒരു കഥയാണ് പറയുന്നത്, ഒരു 10 മിനിറ്റ് 20 മിനിറ്റ്. അപ്പൊ ചിലപ്പോ ആ ലൊക്കേഷന്റെ അവൈലബിലിറ്റി കൊണ്ട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് മാറുമ്പോ ഈ കഥ മാറേണ്ടി വരും. അപ്പൊ നമുക്കൊരു 1 ലൈനിലേക്ക് അതിനെ കൊണ്ടുവരാൻ അവിടെ ഇരുന്ന് എഴുതാം. അപ്പൊ നമ്മൾ ഒരു സീൻ കഴിഞ്ഞ് 5 മിനിറ്റ് വേണ്ടു അടുത്ത സീൻ എഴുതാൻ, വേറെ അധികം സമയമൊന്നുമില്ല, അത് നമ്മൾ ഓൾറെഡി മനസ്സിലുണ്ടല്ലോ. അത് എഴുതുമ്പോഴാണ് ഇവരെല്ലാവരും വന്നിട്ട് ഇവര് ഭക്ഷണം കഴിക്കാനുള്ള തിരക്കൊണ്ടൊക്കെ ആയിരിക്കും ചോദിക്കുക. പക്ഷെ അത് അപ്പൊ എഴുതുമ്പോ അതിനൊരു സുഖമുണ്ട്. ഞാൻ പറയും, സച്ചിനൊക്കെ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോ കാലിൽ ആദ്യം ഇടത്തെ കാലിൽ പാഡ് കിട്ടും, അങ്ങനെ ഒരു കളിക്കാരൻ ഗ്ലൗസ് ഇടത്തെ ഗ്ലൗസ് ആദ്യം ഇടും, അത് അവരത്ര വിശ്വാസമാണ്. അല്ലെങ്കിൽ ഇതാണ്, എന്നിട്ടും സച്ചിൻ ഡെക്കായിട്ടുണ്ട് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, വേറെ കാര്യം. അതുപോലെ ഞാൻ പറയും, സച്ചിനും അങ്ങനെ ചെയ്യുന്ന പോലെ ലൊക്കേഷനിൽ വന്നിട്ട് എഴുതിയാലും നമുക്ക് ഒരു രാശിയുള്ളൂ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ലോകത്തിലെ പല പ്രശസ്ത തിരക്കഥാകൃത്തുക്കളും ഇത്രയും പറഞ്ഞല്ലോ, ആദ്യം ഭയങ്കര മുരടനായിരുന്നു, ചൊറിയനായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആള്. ഞാൻ എന്നെ അറിയുന്ന ഒരാളും അങ്ങനെ പറയത്തില്ല, ഒരിക്കലും മുരടനല്ല. ഇതല്ല എന്റെ അടുത്ത് ആൾക്കാർ പറയാറുള്ളത്. വീട്ടിലൊക്കെ നമ്മൾ ചിലപ്പോ എന്തെങ്കിലും പറയാം, എന്റെ അടുത്ത് ആൾക്കാർ പല ആൾക്കാരും പറയാം, ലൊക്കേഷൻ ഇന്ന് വരെ ഒരു ക്രൂവിനെ ചീത്ത വിളിക്കാത്ത, ഒരാളെയും ചീത്ത വിളിക്കാത്ത, ഭയങ്കര ഫ്രീ ആളെ കൂടെ വർക്ക് ചെയ്യാൻ. അത്ര ഫ്രീ ആവരുന്നാണ് അപ്സര എന്നെ പറയാറ്. എന്നുവെച്ചാ തലക്കേറി നിരങ്ങുമല്ലെങ്കിൽ ആൾക്കാര്. എന്നുവെച്ചാ നമ്മള് ഇപ്പം സീനിൽ നിന്ന് നമ്മൾ തമാശ പറയുവോ കളിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ സീനിൽ നിന്നിട്ട് നമ്മൾ തമാശ പറയുകയോ കളിക്കുകയോ ഒക്കെ ചെയ്താൽ ആള് ദേഷ്യപ്പെടും. എന്നോടും ഞാൻ പറഞ്ഞില്ല, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് ക്രൂവിന് റെസ്പെക്ട് ഇല്ലാണ്ട് സംസാരിക്കുക, അവരെ തെറി വിളിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ അടുത്തുണ്ടായിട്ടുള്ളത് ഒരു ഷൂട്ട് കിടക്കുകയായിരുന്നു. ഷൂട്ട് കിടന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോഴാണ് പറയുന്നത് ക്യാമറ റോൾ ചെയ്യാൻ മറന്നുപോയെന്ന്. അവര് ഭയങ്കര, അവര് ടെക്നീഷ്യന്മാരൊക്കെ ഭയങ്കര. ഞാൻ പറഞ്ഞു, സാരമില്ല, മനുഷ്യന്മാരില്ലേ, കുഴപ്പമില്ല, നമുക്ക് ഒരു വട്ടം കൂടി എടുക്കാം. അപ്പൊ ഇത്രയുള്ളൂ. പിന്നെ വേറെ കാര്യം, ആ സമയത്ത് നമുക്കും വേറെ ടെൻഷൻ ഇല്ലാത്തോണ്ടായിരുന്നു. ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും, അത്രയ്ക്കൊന്നുമില്ല, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ ഇല്ല ഞാൻ കള്ളത്തരം പറച്ചിൽ നിർത്തി. ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും ആസ് യൂഷ്വൽ, എല്ലാവർക്കും. പക്ഷെ ഇൻസൾട്ട് ചെയ്തിട്ട് സംസാരിക്കില്ല, അത് ആളുടെ ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ കുറേ ഡയറക്ടേഴ്സിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം അവരുടെ ചില പ്രഷർ കൊണ്ടായിരിക്കാം, പക്ഷെ എന്നാലും ടെക്നീഷ്യന്മാരുടെ അടുത്ത് തെറി പറയുക, ഭയങ്കര ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആളെ സംബന്ധിച്ച് അങ്ങനെ തെറി പറയുകയോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയോ ഒന്നും കണ്ടിട്ടില്ല. അതൊരു ക്വാളിറ്റിയാണ്. അതിന് വേണ്ടിയ ബാത്റൂമിനകത്ത് ഞാൻ ഒരു ബക്കറ്റ് ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഇത്ര ചൊറിയനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോട് വലിയ അങ്ങനെയല്ല, പുള്ളിക്കാരത്തിന്റെ മനസ്സിൽ അന്നത്തെ അങ്ങനെയുള്ള ഒരാള് അധികം നമ്മളോട് സംസാരിക്കാതിരുന്ന, മറ്റേ ലൊക്കേഷനിൽ കൊണ്ടുപോയി സ്ക്രിപ്റ്റ് തരുന്ന അങ്ങനെ ഒരാളെ പിന്നെ നമ്മൾ എപ്പോ തൊട്ടാ നോട്ട് ചെയ്ത് തുടങ്ങിയത്, ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത് എപ്പോ മുതലാ? സുന്ദരൻ സൽസ്വഭാവിയും അല്ല, കുറച്ചു നേരത്തെ ചേച്ചി പറഞ്ഞു നിർത്തി, തള്ളി അല്ല, വേറൊന്നുമല്ല. ഇപ്പൊ എനിക്ക് പുള്ളി ഇഷ്ടപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ ആ ഇഷ്ടപ്പെടുന്ന സമയത്ത് പുള്ളിയുടെ എന്തെങ്കിലും ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോ അയാളുടെ സ്വഭാവമോ ആറ്റിറ്റ്യൂഡോ ചിലപ്പോ അയാളുടെ ലുക്കോ എന്തൊക്കെയോ തോന്നി എന്ന് പെട്ടുപോയി. വീട്ടിലേക്ക് എന്നല്ലേ വരുന്നതെന്ന് നമ്മള് പറയില്ല. അതൊന്നും ഇതൊക്കെ നമ്മള് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ്സ് പറയണം. ഭാര്യമാര് നമ്മളെ കുറിച്ച് പലതും പറയും, അതിൽ നെഗറ്റീവ്സ് പറയും, പുകഴ്ത്തി പറയും, അതൊട്ടും കേട്ട പോലെ കാണിക്കുന്നത്. അങ്ങനല്ല, നമ്മൾ ഒരാളെ ഇപ്പം എസ്പെഷ്യലി നമ്മൾ ഇപ്പൊ പ്രണയിച്ച് കല്യാണം കഴിക്കുമ്പോ അയാളിപ്പം എന്നെ ആയാലും തിരിച്ച് അദ്ദേഹത്തെ ആയാലും നമ്മൾ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലുമൊക്കെ എലമെന്റ്സ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ കല്യാണത്തിന് ശേഷവും അത് നമ്മൾ കീപ്പ് ചെയ്യുന്നിടത്താണ് സക്സസ് ആവുന്നത്.
പക്ഷെ 2 വർഷമായിട്ട് നമ്മൾ ജീവിക്കണേ എന്നാ വെച്ചാൽ നമ്മുടെ ഇടയിൽ പിണക്കോ ഇല്ല അടിയില്ല എന്നല്ല പറയണേ. മുട്ടൻ അടി ഉണ്ടാവാറുണ്ട്, നല്ല വഴക്കുകൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ എന്നാലും എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നത്. കണക്ഷൻ കട്ടാകുമ്പോഴാണ് ഓക്കെ ബൈ. എന്നെ സംബന്ധിച്ച് എനിക്ക് കംഫർട്ട് അല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റരുതേന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ ദിവസവും. എനിക്ക് പറ്റില്ല, കാരണം ഒന്നുകിൽ അവരെ തല്ലി കൊല്ലേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വിട്ടിറങ്ങി പോവാ. നമ്മൾ എന്തിനാ അവരെ ദ്രോഹിക്കുക? നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കരുത്. എന്താ പറയാ, വിവാഹ ജീവിതം ആണെങ്കിലും വർക്ക് പ്ലേസ് ആണ്, എവിടെയായാലും നമുക്ക് കംഫർട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിൽക്കരുത്. സന്തോഷത്തോടെ ഞാൻ പോവാണ്, എന്നെ വിട്ടേക്ക് പറഞ്ഞിട്ട് പോവാ, അതെന്റെ പോളിസി. പക്ഷെ ഇപ്പം എന്തൊക്കെയോ എലമെന്റ്സ് നമ്മളെ ഇപ്പോഴും കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ ഈ കല്യാണത്തിന് മുൻപും കല്യാണത്തിന് ശേഷമുള്ള ലൈഫ് കുറെയൊക്കെ എങ്കിലും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. എന്തൊക്കെ മാറ്റം ഉണ്ടായി കല്യാണത്തിന് ശേഷം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻസിൽ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിലൊക്കെ? അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. എനിക്ക് അങ്ങനെ വലിയ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും അല്ല. എന്നെ സംബന്ധിച്ച് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ കല്യാണത്തിന് മുന്നേ നമ്മൾ എപ്പോഴും അവർ നമ്മളടുത്ത് നെഗറ്റീവ്സ് കാണിച്ചാൽ പോലും നമ്മൾ അവരുടെ പോസിറ്റീവ് മാത്രമേ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. അയാളെ കൂടെ ജീവിക്കണം എന്ന് മാത്രമേ അന്ന് ആ സമയത്ത് നമ്മുടെ മനസ്സിലുള്ളൂ. അപ്പൊ ഒരിക്കലും നെഗറ്റീവ്സ് ഇപ്പൊ നമ്മൾ അവരുടെ കൂടെ ഫുൾ ടൈം ഇല്ലല്ലോ. നമ്മൾ ഫുൾ ടൈം അവരുടെ കൂടെ വരുമ്പോൾ ചിലപ്പോൾ ആ നെഗറ്റീവ്സ് ഒക്കെ മാറി ഫുൾ പോസിറ്റീവ് ആവും എന്നൊരു മൈൻഡോട് കൂടിയാണ് എനിക്ക് തോന്നുന്നു. പെൺകുട്ടികളുടെ കാര്യം കേട്ടോ, എനിക്ക് പുരുഷന്മാരുടെ മനസ്സ് എങ്ങനെയാന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ തന്നെ പുരുഷന്മാരും ആയിരിക്കാം, അല്ലെ മേ ബി ആയിരിക്കാം നമ്മൾ പോണത്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ 24 hours അവരെ കൂടെയാ, ഫുൾ ടൈം, ഒരു ദിവസത്തിന്റെ എല്ലാ സമയവും മിക്കപ്പോഴും അവരെ കൂടെയാണ്. അതല്ലേ പറയുന്നത്, വല്ലപ്പോഴൊക്കെ ഒന്ന് ഫ്രീ ആയി. അല്ല, അപ്പൊ ചിലപ്പോ ഈ നമ്മൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ ഫോൺ കോളുകൾ അല്ലെങ്കിൽ ചിലപ്പം എപ്പോഴെങ്കിലും നേരിട്ട് മീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ കല്യാണം കഴിയുമ്പോൾ നമ്മൾ രണ്ടും മാത്രമല്ല, 2 ഫാമിലി വരും, ഈ 2 പേരുടെ ഫ്രണ്ട്സ് വരും, ബന്ധങ്ങൾ വരും. ചിലപ്പോ എല്ലാം നമുക്ക് ഒരുമിച്ച് പൊരുത്തപ്പെട്ട് പോണം എന്നില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേർക്കും വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മളതിന് ഭയങ്കര പരസ്പരം ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. നമ്മൾ അന്ന് സ്നേഹിച്ച സമയത്ത് അയാൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, അന്ന് ഈ പറയുന്ന ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നമ്മളെ കൂടെ ഇല്ല, നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അത് ഈ ലോകത്ത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അല്ലേ? കാരണം നമ്മൾ വഴക്കുണ്ടാക്കിയ സമയത്തും നമ്മൾ അയാള് വേദനിപ്പിച്ച സമയത്ത് അല്ലെ പെൺകുട്ടി വേദനിപ്പിച്ച സമയത്തും നമ്മളാണ് ഓക്കെ ആക്കി, നമ്മൾ തന്നെയാണ് ഓക്കെ ആക്കി എടുത്തത്. പോട്ടെ, നമ്മൾ സ്നേഹിക്കുന്ന കുട്ടിയാണെന്ന്. പക്ഷെ കല്യാണത്തിന് ശേഷം നമ്മൾക്ക് ചുറ്റും ഒരുപാടുണ്ട്. നമ്മുടെ ഫാമിലി ഇടപെടും, നമ്മുടെ ഫ്രണ്ട്സ് ഇടപെടും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന കുറെ ആൾക്കാർ ഇടപെടും. അപ്പൊ അത് അവരുടെ ഇഷ്യൂ ആയി മാറും. അപ്പൊ അത് ഭയങ്കര അതിന് വീണ്ടും വീണ്ടും വലുതായിക്കൊണ്ടിരിക്കും. അവലോകനം ചെയ്യുന്നുണ്ടല്ലോ. അല്ല, ജീവിതം പഠിപ്പിച്ച കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കല്യാണത്തിന് ശേഷം ഈ 2 വർഷം കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഒരു ദിവസം അപ്സര എന്റെ അടുത്ത് വെച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് വരണേ, ഈ അടുത്ത് കുറച്ച് ദിവസം ഉണ്ടായതാ, റീൽസിലൊക്കെ ചെയ്യാൻ പറ്റിയതാ. അത് ഇങ്ങനെ പർച്ചേസിന് വേണ്ടി വരികയാണ്. അപ്പൊ ഇവര് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇവർക്ക് അത് ഇത് കുറെ ഓർണമെന്റ്സ് അത് ഇതൊക്കെ അങ്ങനെ, അപ്പൊ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷെ മറ്റേ ഇത് വാങ്ങിക്കായിരുന്നു, അത് ഇങ്ങനെയായിരുന്നു, ആ ഓർണമെന്റ്സിന്റെ ഇത് മറ്റേ കടയത്തെ ഓർണമെന്റ്സ് എന്താ. ഞാൻ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കും, വിഷം തുടങ്ങി നമുക്ക് എന്ത് കഴിക്കാന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ അപ്സര ഭയങ്കര ആലോചിച്ചിട്ട് ഇതുപോലെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആൽബിട്ട, ഞങ്ങൾ ഈ സ്ത്രീകൾക്ക് ഈ ഡ്രസ്സ്, സ്വർണം, മേക്കപ്പ് സാധനങ്ങള്, ഇതൊക്കെയാണ് ഞങ്ങൾ എപ്പോഴും പൂക്കള് അല്ല, ഇതൊക്കെയാണ് ഞങ്ങൾ എപ്പോഴും ആലോചിച്ചോണ്ടിരിക്കുന്നത്. ശരിക്കും ആണുങ്ങൾ എന്താ ആലോചിക്കുന്നുണ്ട്? വളരെ റെലവന്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു, ഈ ഡ്രസ്സും ഓർണമെന്റ്സും മേക്കപ്പ് ഒക്കെ ഇട്ട് വരുന്ന സ്ത്രീകളെ കുറിച്ച് സത്യം പുരുഷന്മാര് 24 മണിക്കൂർ ആലോചിച്ചു. നല്ലൊരു പെൺകുട്ടി വേണം. ആ മറുപടി പ്രതീക്ഷിച്ചില്ല. പക്ഷെ പറഞ്ഞ ശരിയാട്ടാ, ശരിയാണ്, അങ്ങനെ തന്നെയാ. ഇതിന്റെ അപ്പുറത്തൊരു വശം കൂടി ഉണ്ട്, സ്ത്രീകൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് വേണ്ടിട്ട്. അല്ല, ആലോചിച്ചിരിക്കാന്നല്ല ചോദിച്ചേ, നമ്മൾ ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ പൂക്കളില്ലേ, സ്ത്രീകള് ഇപ്പൊ മുല്ലപ്പൂ അത് കാണാൻ പെട്ടെന്ന് ശ്രദ്ധിക്കും, ഓർണമെന്റ്സ് കാണാൻ പെട്ടെന്ന് ശ്രദ്ധിക്കും, ഡ്രസ്സുകൾ കാണുമ്പോൾ ശ്രദ്ധിക്കും. ശരിക്കും നിങ്ങൾ എന്താണ് അങ്ങനെ ശ്രദ്ധിക്കുന്ന കാര്യം? ഇതൊക്കെ ഇട്ടു വരുന്ന പെൺപിള്ളേരെ. കറക്റ്റാ. അതെ അതെ. ഈ 2 വർഷം കൊണ്ട് നിൽക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് ഒരു ധാരണയായിട്ടുണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങള് അനിഷ്ടങ്ങള്. നേരെ തിരിച്ചും അതങ്ങനെയാണ്, അതാവും. അപ്പൊ നമ്മളെന്താ വെച്ചാല് നമ്മൾ ഈ എനിക്ക് ഇപ്പൊ ചോദ്യം എനിക്ക് മനസ്സിലായി, 2 കൊല്ലം കൊണ്ട് എന്തൊക്കെ മനസ്സിലായെന്നുള്ളത്. നമ്മള്
മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഈ കാട്ടിലൊക്കെ നടക്കുന്ന ഒരു ആനേനെ നമ്മൾ വാരിക്കുഴി കുത്തി പിടിച്ചിട്ട് ഒറ്റ കൊമ്പനെ പിടിച്ചിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ട് ഈ എവിടെ മറ്റേ സ്ഥലം കോടന്നൂര് എന്താണ് അവിടെ കൊണ്ടുപോയിട്ട് മേരിക്കും. എനിക്കിട്ട് പിന്നെ ഒരു പാപ്പാന്റെ കൂടെ വിടും. അപ്പൊ ഒരു വടി വെച്ച ആന അവിടെ നിൽക്കും. അവിടെ മറ്റോടത്ത് തെങ്ങും മാവും മരമൊക്കെ പിഴുതുകൊണ്ടായിരുന്ന ആന ഒറ്റക്കൊമ്പനായിരുന്നു, കൊലകൊമ്പനായിരുന്നു. കുഴികുത്തി പിടിച്ച് കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്തിട്ട് അവസാനം ഇവിടെ ചെവിയിലോട് ഒരു വടി വെച്ചിട്ട് അനങ്ങരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കും. പിന്നെ ഈ ആന എന്ത് തിന്നണം, എവിടേക്ക് പോണം എന്നൊക്കെ ഈ പാപ്പാൻ തീരുമാനിക്കും. ഒറ്റക്കൊമ്പൻ ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കല്യാണം കഴിക്കണേക്ക് മുമ്പ് എനിക്ക് ഗദ്ദാഫിയുടെ അടുത്ത് പറയാനുള്ള കാര്യം കൂടിയത്, ഇഷ്ടമുള്ള ഷർട്ട് പാന്റ് ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ ഇട്ട് തീർത്തേക്കണം. ഇത് കഴിഞ്ഞ ശേഷം പാപ്പാൻ വരും. പിന്നെ നിങ്ങൾ എന്ത് കഴിക്കണം, എപ്പ കഴിക്കണം, എന്ത് ഡ്രസ് ഇടണം എന്നൊക്കെ തീരുമാനിക്കും. ആദ്യം നമുക്ക് ഇതൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ടീഷർട്ട് നമ്മൾ കടയിൽ പോയി ഷർട്ട് എടുക്കാൻ പോകുന്നത് എന്റെ സ്വഭാവമായിട്ട് എല്ലാവരും ആയിരിക്കും എന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ നോക്കും, പച്ച മഞ്ഞ നീല ചുവപ്പ കറുപ്പ് എടുക്കും, ഓക്കെ എടുത്തു ഇട്ടു, ഓക്കെ ബില്ല് ചെയ്തോ പോരും. ഈ സ്ത്രീകൾ ഡ്രസ് എടുക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, അത് കംപ്ലീറ്റ് ചെയ്യണ്ട. ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം ആൽബിച്ചേട്ടൻ എന്താണ് ഇഷ്ടം, അത് മാത്രമേ ആള് ചെയ്യുള്ളൂ. ഇപ്പൊ തന്നെ ഈവൻ നമ്മള് ഏതെങ്കിലും രാജ്യത്ത് പോയിന്ന് വെച്ചോ, ചിഹ്നം വിളിക്കാൻ പോലും സമ്മതിക്കില്ല. അല്ല ഞാൻ പറയട്ടെ എന്താ വെച്ചാൽ, അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് അപ്പൊ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് അത് ബ്രേക്ക് ചെയ്തേന്ന്. രാജ്യത്ത് പോയി വെച്ചോ, അപ്പൊ ഗദ്ദാഫി ഇപ്പം പൈസ മുടക്കി നമ്മൾ വേറൊരു രാജ്യത്ത് പോവാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ, ഇപ്പൊ എല്ലാം നമുക്ക് ടേസ്റ്റ് ആവണമെന്നില്ല, കുറെ ഫുഡുകൾ കൊണ്ടുവച്ചു. അതിൽ ഗദ്ദാഫിക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡുകൾ ട്രൈ ചെയ്യില്ലേ നമ്മൾ ഇത്രയും ദൂരം പോയിട്ട്. അവിടെ പോയിട്ട് പോലും ഈ മനുഷ്യൻ അവിടെ തിരക്കണ എന്താ അറിയോ, ചോറും മീൻകറി. പിന്നെ എന്തിനാ ചേട്ടാ നമ്മൾ പുറത്തു പോകുന്നത്? ഞാൻ ചോദിക്കണേ, ഞാൻ എന്റെ ചേട്ടാ നമ്മൾ ഇവിടെ ഇത്രയും ദൂരം വന്നില്ലേ, നമ്മൾ വീട്ടിൽ പോയിട്ട് ചോറും മീൻകറിയും കഴിക്കാം. ആൾക്ക് ചോറും മീൻകറി ഏറ്റവും ഫേവറേറ്റ് ഫുഡ്. മറ്റെന്ത് ഫുഡ് വെച്ചാലും ചോറും മീൻകറിന്റെ ആള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. അമേരിക്കയിൽ പോയാലും ഇംഗ്ലണ്ടിൽ പോയാലും നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും പോയാൽ പോലും ചോറും മീൻകറി പരിപാടി. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് വേറെ ഷർട്ടിന്റെ കാര്യം പറഞ്ഞത് അല്ല, ഇത് കട്ട് ചെയ്ത് പറയണം. ഞാൻ മാത്രമേ കഴിക്കണം ഞാൻ ആവശ്യപ്പെടാറുള്ളൂ. കൂടെ ഉള്ളവർ അത് കഴിക്കണം. അവര് കുഴിമന്തിയുടെ ആൾക്കാരാണ്. അതവര് കഴിച്ചോട്ടെ. എന്റെ ഭക്ഷണ എനിക്ക് ചോറും മീൻകറി ഇഷ്ടമൊന്നുണ്ടെങ്കിൽ ഞാൻ അത് കഴിക്കുന്നതിന് അതാണ് ഞാൻ പറഞ്ഞ ഒറ്റക്കൊമ്പന്റെ അവസ്ഥ. പാപ്പാൻ തിന്നണത് തന്നെ ആനയും തിന്നണമെന്ന് ആവശ്യപ്പെടും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ആന പറയില്ലേ പനമ്പട്ടം തന്നെ പാപ്പാൻ തിന്നണമെന്ന് പറയില്ല. അങ്ങനെയല്ല, നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുമ്പോ ആ ഒരു സിറ്റുവേഷനിൽ കിട്ടുന്ന എന്താണോ അത് കഴിക്കാം. ഇത് നമ്മൾ വിശന്ന് ചത്ത് കിടക്കാന്ന് വെച്ചു, ചേട്ടാ വിശക്കുന്ന എനിക്ക് എന്തെങ്കിലും തരുന്ന് പറയുമ്പോൾ ചോറും മീൻകറി നോക്കണേ വെടി വെച്ച് കൊല്ലാൻ തോന്നും. നിങ്ങളെ റിയൽ ലൈഫ് എങ്ങനെ ആലോചിക്കായിരുന്നു? സത്യം ചില സമയത്ത് എനിക്ക് സങ്കടം തോന്നും. ഞങ്ങൾ ഇവിടെ നിന്ന് തൃശ്ശൂരാണ് എന്റെ വീട്. അപ്പൊ തിരുവനന്തപുരം തൃശ്ശൂർ പോകണമെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ എടുക്കും. പകലൊക്കെ പോവാണെങ്കിൽ 9-10 മണിക്കൂറൊക്കെ എടുക്കും ചിലപ്പോൾ. പിന്നെ ഞാൻ അങ്ങനെ ഹറിബറി പിടിച്ച് വണ്ടി ഓടിക്കുന്ന ആളൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാര് വളയും മാലയും മേക്കപ്പ് ഒക്കെ കാശ് കൊടുത്ത് മേടിച്ച് റോട്ടിൽ നടക്കുന്നുണ്ടാവും. ആസ്വദിച്ച് സമയം എടുത്ത് ഭയങ്കര സമയം എടുത്ത്. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് ഭക്ഷണം കഴിച്ച് പിണങ്ങിരുന്ന് കഴിഞ്ഞാൽ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂളോ കോളേജൊക്കെ വിട്ടുള്ള സ്ഥലത്ത് ഈ ബസ് സ്റ്റോപ്പിൽ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടാവും. നേരെ കൊണ്ട് കാർ അവർ സൈഡിൽ നിർത്തിട്ട് അപ്സരയുടെ സൈഡിലെ ഗ്ലാസ് കഴിച്ചു, ഈ സിനിമ നടീനെ അറിയോ, സീരിയൽ നടീനെ അറിയോ ചോദിച്ചു. അങ്ങനെയൊക്കെ അറിയും. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു 12 മണിക്ക് ആകുമ്പോ ഇപ്പൊ 11 മണിയാകുമ്പോ പറയാൻ തുടങ്ങി, വിശന്ന് തുടങ്ങി ഊണ് കഴിക്കുക. കാരണം 11 മണിക്ക് പറഞ്ഞാല് 4 മണിക്ക് കിട്ടും. അത് വണ്ടി ഓടിക്കുന്ന എല്ലാ ആണുങ്ങൾക്ക്. എന്റെ ചേച്ചിക്ക് ഒരു മോനുണ്ട് കേട്ടോ, സിദ്ധു, 7 വയസ്സേ ഉള്ളൂ. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴത്തേക്കും പാൽപ്പിച്ചാട്ടും ജസ്റ്റ് കൈ വാഷ് ചെയ്യാൻ എന്തെങ്കിലും പോകുമ്പോഴത്തേക്കും ഫുഡ് ഓർഡർ ചെയ്യല്ലോ. അപ്പൊ നമ്മളൊക്കെ അവിടെ നിന്ന് എന്താണോ അവിടുത്തെ സ്പെഷ്യൽ അത് ഓർഡർ ചെയ്യും. അപ്പൊ അവൻ എടുത്ത് പറയും ഇളയച്ചന് ചോറും മീൻകറി. എല്ലാവർക്കും അറിയാം അവൻ ഇളയച്ചന് ചോറും മീൻകറി. ഇപ്പം ബർത്ത്ഡേക്ക് തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ അവൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്യും. ഇളയച്ചന് ചോറും മീൻകറിയാണ് അല്ലേ. കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിന് സർപ്രൈസ് ആയിട്ട് വേളാമെന്ന് വിളിക്കുക അപ്സരയ്ക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ എന്റെ കൂടെ പോയി ഞങ്ങള് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്, പിന്നെ ലൊക്കേഷനിൽ കൊണ്ടുപോകുമ്പോഴുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു. വലിയൊരു ഓർബിറ്റ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങള് നോക്കി സ്പ്രേ ഇതൊക്കെ മേടിച്ചെടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, അന്ന് ഇത് കൊടുത്തു കഴിഞ്ഞ് വൈകുന്നേരം ചോദിച്ചു, എള്ളച്ചന് മാത്രം നീ ഒന്നും വാങ്ങിച്ചിരുന്നില്ലേ?
എള്ളേച്ചന്റെ ബർത്ത്ഡേ ആവട്ടെ, ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നുണ്ട്. ഞാൻ എന്താന്ന് വെച്ചിട്ട് പറഞ്ഞില്ല. മാറ്റി കൊണ്ട് ചെന്ത ചോറ് മീൻകറി. അതാ അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ചേട്ടാ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എന്തിനാ തുടക്കത്തില് ബ്രേക്ക് ചെയ്തേന്ന്? എന്നുവെച്ചാൽ ആളുടെ ആ ഒരു ഇഷ്ടം അത് എവിടെ പോയാലും അതിങ്ങനെ അതില് മാത്രമേ നമുക്ക് ഇഷ്ടമുള്ളൂ. ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോട്ടാ. ഡ്രസ്സ് എടുക്കുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെയാ, അതിന്റെ ഒരു ഭംഗിയോ ഇതൊന്നും നോക്കില്ല. ഇപ്പൊ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ ആള് എന്റെ കൂടെ ചേട്ടാ ഇത് കൊള്ളാം ഏതെങ്കിലും എടുത്തിട്ട് വാ എന്ന് പറയും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, നമ്മൾ കൂടെ നിന്നിട്ട് നിനക്ക് ചേരുണ്ട് ഭംഗിയുണ്ട് എടുക്ക്, നമ്മുടെ കൂടെ നിൽക്കണം. ഇപ്പൊ ഞാൻ ആളുടെ ഷർട്ട് എടുക്കുമ്പോ ആൾക്ക് അത് ഇട്ടിട്ട് ആ ഒരു സ്ഥലത്ത് പോകുമ്പോ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കി ആലോചിച്ചിട്ട് അത് ഓക്കെ ആണെങ്കിൽ ആ ചേട്ടാ ഇത് ഭംഗിയുണ്ടെന്ന് പറയും. പക്ഷെ ആൾക്ക് അങ്ങനെ ടൈം കളയണ ഇഷ്ടമല്ല. ആ ഷർട്ട് അത് മതി, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും എടുത്ത്. അപ്പൊ ഞാൻ ചിന്തിക്കും എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാ. പുള്ളി ഭംഗിയായിട്ട് അല്ല, പുള്ളി ഭംഗിയായിട്ട് കാണണം മറ്റുള്ളവരടുത്ത് പോകുമ്പോ. ഇപ്പൊ ഇവിടെ വരുമ്പോ ഗദ്ദാഫി ഭയങ്കര രസമായിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇവിടെ വരുമ്പോഴും തോളോട് തോൾ ചേർന്ന് നിൽക്കണം. അത് ആഗ്രഹിക്കുന്നത് തെറ്റല്ല, ഭാര്യ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എനിക്ക് അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ആളോട് ഇഷ്ടം അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. നമുക്ക് അയാളോട് ഇഷ്ടമുള്ളതുകൊണ്ട് അയാൾ ഏറ്റവും ഭംഗിയായിട്ട് പുറത്തു വരണം നമ്മൾ ആഗ്രഹിക്കണം അല്ലേ? അതൊരു ഭാര്യയുടെ സ്നേഹമല്ലേ? മനസ്സിലാക്കി.